ഹായ്, ഗുഡ് മോർണിംഗ് ടു ഓൾ. പ്രിയപ്പെട്ട പ്ലസ് ടു വിദ്യാർത്ഥികളെ, നിങ്ങളുടെ കെമിസ്ട്രി മാത്തമാറ്റിക്സ് എക്സാം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും. അതായത് ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ പോർഷൻസും ഫോക്കസ് ഏരിയ, നോൺ ഫോക്കസ് ഏരിയ, അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയതും അൺഇമ്പോർട്ടൻ്റ് ആയതും എല്ലാ പോർഷൻസും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചാൽ മാത്രമാണ് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ളത്. ഇപ്പം നമുക്കിന്ന് ഫിസിക്സിലെ എല്ലാ ചാപ്റ്ററിലെയും 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നോൺ ഫോക്കസും ഫോക്കസും എല്ലാം തന്നെ ഒന്ന് പഠിച്ചിട്ട് പോകാം. നോൺ ഫോക്കസ് ഏരിയയിൽ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ചോയ്സ് ഇല്ല, കമ്പൽസറിയാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ 1 മാർക്ക് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, 60-ൽ നിന്ന് 1 മാർക്ക് കുറയുന്നത് തന്നെയാണ്. അപ്പം ഫുൾ മാർക്ക് വേണ്ടവർ മുഴുവനും പഠിച്ചിട്ട് പോവുക. ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. നോൺ ഫോക്കസ് ഏരിയയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. 100% നമുക്ക് അവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുള്ള ഉറപ്പാണ്. ഒപ്റ്റിക്കൽ ഫൈബറും അതും. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ മേ ബി ഒബ്സർവ്ഡ് ഇഫ് 3 കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ്റെ കണ്ടീഷൻസ് നിങ്ങൾ പഠിച്ചിട്ട് പോകണം. അപ്പോൾ ഇതിൽ കറക്റ്റായിട്ടുള്ളത് ലൈറ്റ് റേസ് ട്രാവലിംഗ് ഫ്രം ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം, അതാണ് അതിൻ്റെ ഒരു കണ്ടീഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് മേക്ക് യൂസ് ഓഫ് ദ ഫിനോമിനൻ ഓഫ്. ഒന്നും ചിന്തിക്കേണ്ട, കണ്ണടച്ച ആൻസർ എഴുതുക. ഒപ്റ്റിക്കൽ ഫൈബർ OFC വർക്ക് ചെയ്യുന്നത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ്റെ ബേസിലാണ്. നെക്സ്റ്റ്, ദ സൈസ് ഓഫ് ദ ആറ്റം ഇൻ തോംസൺസ് മോഡൽ ഈസ് ഡാഷ് ദ ആറ്റമിക് സൈസ് ഇൻ റൂദർഫോർഡ്സ് മോഡൽ. NCERTയിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നോൺ ഫോക്കസ് ഏരിയ, അപ്പോൾ അതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. നോൺ ഫോക്കസ് ഏരിയയിൽ നിന്ന് ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആൻസർ നോട്ട് ഡിഫറൻറ്റ് ഫ്രം, രണ്ടിലും സൈസ് ഏതാണ്ട് ഒരുപോലെയാണ്. നെക്സ്റ്റ്, ഹൗ കപ്പാസിറ്റൻസ് ചേഞ്ചസ് ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഈസ് ഹാഫ്ഡ്. അവിടെ ഇക്വേഷൻ എഴുതി നോക്കുക. CA∈0/D ആണ്. അപ്പോൾ D ഹാഫ് ആക്കുന്ന കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ 2 മുകളിലേക്ക് പോകുമ്പോൾ 2 × A∈0/D വരും. A∈0/D എന്ന് പറയുന്നത് ആദ്യത്തെ കപ്പാസിറ്റൻസ് ആണ്. അപ്പോൾ ആദ്യത്തേതിൻ്റെ ഡബിൾ ആയിരിക്കും. അതാണ് ഇവിടെ ആൻസർ ഡബിൾ എന്ന് പറഞ്ഞത്. നെക്സ്റ്റ്, ദ പാത്ത് ഓഫ് എ ചാർജ്ഡ് പാർട്ടിക്കിൾ എൻ്ററിങ് പാരലൽ ടു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി. ഈ ഒരു ക്വസ്റ്റ്യൻ ഇതുപോലത്തെ ഒരെണ്ണം പ്രതീക്ഷിക്കാം. നോൺ ഫോക്കസ് ഏരിയ ആണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ആൻസർ സ്ട്രൈറ്റ് ലൈൻ ആണ്. ഇതുപോലെ സർക്കുലർ ആൻസർ വരുന്നതും ഹെലിക്കൽ ആൻസർ വരുന്നതും ആ ഒരു സെക്ഷൻ നിങ്ങൾ നോക്കിയിട്ട് പോകണം. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഈ സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. നെക്സ്റ്റ്, ദ നെയിം ഓഫ് ദ വേവ് അസോസിയേറ്റഡ് വിത്ത് മാറ്റർ ഈസ്. മാറ്റർ വേവ് എന്ന് പറയാം, അല്ലെങ്കിൽ ഡി ബ്രോളീസ് വേവ് എന്ന് പറയാം. നെക്സ്റ്റ്, ദ വെർട്ടിക്കൽ പ്ലെയിൻ പാസിംഗ് ത്രൂ ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഓഫ് എർത്ത് ഈസ് കാൾഡ് geographic meridian. What happens to the ray of light when it travels from rarer to denser medium? റെയറിൽ നിന്ന് ഡെൻസറിലേക്കാണെങ്കിൽ ബെൻസ് ടുവേർഡ്സ് ദ നോർമൽ ആണ്. നേരെ തിരിച്ചും പ്രതീക്ഷിക്കണം. ഡെൻസർ ടു റെയർ ചോദിച്ചാൽ എന്ത് പറയണം? ബെൻസ് എവേ ഫ്രം ദ നോർമൽ. Which physical quantity is quantized in Bohr's second postulate? വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് കൺഫ്യൂഷൻ വരും. എന്താണ് ആൻസർ? ആംഗുലാർ മൊമെൻറ്റം. നെക്സ്റ്റ്, ഇൻഫ്രാറെഡ് സ്പെക്ട്രം ലൈസ് ബിറ്റ്വീൻ. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ആൻസർ മൈക്രോവേവ് ആൻഡ് വിസിബിൾ. നെക്സ്റ്റ്, ഹൗ മെനി ഇലക്ട്രോൺസ് കോൺസ്റ്റിറ്റ്യൂട്ട് 1 കൂളംബ് ഓഫ് ചാർജ്? പ്രോബ്ലം സെക്ഷനിൽ ചെയ്ത് തന്നിട്ടുള്ളതാണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ ഒന്നുമില്ല. Q = NE, ചാർജ് ഈസ് ക്വാണ്ടൈസ്ഡ് എന്നുള്ള സെക്ഷനിലാണ്. അപ്പോൾ N അവിടെ നിർത്തി, N അല്ലേ ചോദിച്ചിട്ടുള്ളത്, നമ്പറാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ N അവിടെ നിർത്തിയിട്ട് ഈ പ്രത്യേകം കൊണ്ടുപോയി Q/E. Q1 കുളം തന്നിട്ടുണ്ട്, E 1.6 തന്നിട്ടുണ്ട്. അപ്പോൾ 0.6 × 10⁻⁹ അല്ലെങ്കിൽ 6 × 10⁻18 എന്നെഴുതുക. നെക്സ്റ്റ്, നെയിം ദ സീരീസ് ഓഫ് ഹൈഡ്രജൻ സ്പെക്ട്രം വിച്ച് ഹാസ് ലീസ്റ്റ് വേവ് ലെങ്ത്. ലൈമാൻ സീരീസ്. അപ്പോൾ ഈ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് പഠിക്കുന്നതോടൊപ്പം ഈ സെക്ഷൻ്റെ ടെക്സ്റ്റോ നോട്ടോ എടുത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട്, ഇപ്പോൾ ഇവിടെ ലീസ്റ്റാണ് ചോദിച്ചിട്ടുള്ളത്, അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ചോദിക്കാം, മാക്സിമം വേവ് ലെങ്ത് ചോദിക്കും. അപ്പോൾ അങ്ങനെയുള്ള ടോപ്പിക്സും എല്ലാം തന്നെ ടെക്സ്റ്റോ നോട്ടോ എടുത്ത് വെച്ച് പഠിക്കണം. നെക്സ്റ്റ്, എ ചാർജ്ഡ് പാർട്ടിക്കിൾ എൻറ്റേഴ്സ് എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ആൻ ആംഗിൾ 40. ഇറ്റ്സ് പാത്ത് ബിക്കംസ് ഡാഷ്. അതായത് ഇവിടെ 40 തന്നിരിക്കുന്നു. നിങ്ങൾ കാൽക്കുലേഷൻ ഒന്നും ചെയ്ത് നോക്കണ്ട. 0 അല്ല 90 അല്ല, പാരലലും അല്ല പെർപെൻഡിക്കുലറും അല്ല. അറ്റ് എനി ആംഗിൾ എന്ന് പറയുമ്പോൾ എന്താണ് ആൻസർ? ഹെലിക്കലാണ്. നെക്സ്റ്റ്, ഫിഗർ ഷോസ് ദ സിംബോളിക് റെപ്രസെൻറ്റേഷൻ ഓഫ്
ഓറ് നോറ് നാൻഡ് നോട്ടൊക്കെ തന്നിട്ടുണ്ട്. ഇത് കണ്ടാൽ അറിഞ്ഞിരിക്കണം. നോർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് നോർ ഗേറ്റ് ആണ്. ഓറിന് ഇവിടെ റിവേഴ്സ് കൊടുക്കുന്നതാണ് നോർ എന്ന് പറയുന്നത്. If h is Planck's constant, the momentum of a photon of wavelength 1 angstrom is. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ മോഡലിലും ചോദിച്ചിരുന്നു. നമുക്ക് ഏതാണ്ട് ഉറപ്പിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ഇക്വേഷൻ വെച്ചുകൊണ്ടുള്ളത്. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ലാംഡ ഈക്വൽ ടു h/p അല്ലെങ്കിൽ h/mv. ഇവിടെ മൊമെൻറ്റം ചോദിച്ചുകൊണ്ട് എം വിക്ക് നമുക്ക് ഒരുമിച്ച് പി എന്നങ്ങ് എഴുതാം. ചോദിച്ചിട്ടുള്ളത് പി ആണ്. അപ്പോൾ പി ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ h/λ. ലാംഡ തന്നിട്ടുണ്ട്, എച്ച് അതേപടി ഇടുക. ലാംഡ 1 ആങ്സ്ട്രം എന്ന് തന്നിട്ടുണ്ട്. 1 ആങ്സ്ട്രം എന്ന് പറയുന്നത് 10⁻⁻10 ആണ്. ഇവിടെ മൈനസ് ഉണ്ട്. അപ്പോൾ ഈ -10 മുകളിലേക്ക് പോകുമ്പോൾ എന്താവും? +10 ആവും. അതായത് 10⁻10. എച്ച് അവിടെയുണ്ട്. ഓപ്ഷൻസ് നിങ്ങൾ നോക്കുക. എച്ചിൻ്റെ ടേമിലാണ് ആൻസേഴ്സ് തന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് 10⁻10 എച്ച് ഓപ്ഷൻസ് തരുമ്പോൾ ആ ഓപ്ഷൻസ് ആൻസർ കിട്ടുന്ന രീതിക്ക് നിങ്ങൾ എഴുതണം. പ്രോബ്ലം അല്ലാതെ പ്രോബ്ലം ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങളുടെ ഇഷ്ടത്തിന് ആൻസർ എഴുതുക. ശരിയായിട്ടുള്ള ഏത് മെത്തേഡ്, ഒന്നുകിൽ എച്ചിൻ്റെ വാല്യൂ അവിടെ കൊടുക്കുക, അല്ലെങ്കിൽ എച്ച് എന്ന് എഴുതുക. അങ്ങനെ ചെയ്യണം. അപ്പോൾ ഓപ്ഷൻസിൽ എച്ച് തന്നിട്ടുള്ളത് കൊണ്ട് 10⁻10 എച്ച് എന്ന് ആൻസർ എഴുതുക. അടുത്തത് നോൺ ഫോക്കസ് ഏരിയ ആണ്. കളർ കോഡ് പഠിച്ചിട്ട് പോകണം. കളർ കോഡ് എന്താണ്? റെസിസ്റ്റേഴ്സിൻ്റെ BB റോയ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ഹാഡ് എ വെരി ഗുഡ് വൈഫ് അല്ലേ. ഹൗ വിൽ യു റെപ്രസെൻറ്റ് എ റെസിസ്റ്റൻസ് ഓഫ് 3700 ohm ±5% യൂസിങ് കളർ കോഡ്? അപ്പോൾ കളർ കോഡ് പഠിച്ചിട്ട് എഴുതി നോക്കുക. 3 എന്ന് പറയുന്നത് 3യുടെ കോഡ് ഏതാണ്? ഓറഞ്ച്. 7 എന്ന് പറയുന്നത് വയലറ്റ്. പിന്നെ കറസ്പോണ്ടിങ് കോഡ്സ് അല്ല, നമ്പർ ഓഫ് സീറോസ് അല്ലേ. അപ്പോൾ 2 0 വരുമ്പം ഏതാണ്? 2ൻ്റെ നേരെ വരുന്നത് ഏതാണ്? റെഡ്. അപ്പോൾ ഇവിടെ 3 0 ആണെങ്കിൽ എന്ത് വരും? ഓറഞ്ച് വരും. അപ്പം 2 0 ആയതുകൊണ്ട് അത് റെഡാണ് 2ൽ വരുന്നത്. അപ്പോൾ റെഡ് എഴുതി. ഇനി 5% വരുന്ന ടോളറൻസ് ആരാണ്? ഗോൾഡാണ്. അപ്പോൾ ഓറഞ്ച്, വയലറ്റ്, റെഡ്, ഗോൾഡ്. തിരിച്ചും ചോദിക്കാം. കളേഴ്സ് തന്നിട്ട് വാല്യൂ എഴുതാനും ചോദിക്കാം. അപ്പോൾ കളർ കോഡ് പഠിച്ചിട്ട് പോവാം. നെക്സ്റ്റ്, ഡ്രോ ദ സിമ്പൽ ഓഫ് നാൻഡ് ഗേറ്റ്. നാൻഡിൻ്റെ സിമ്പൽ വരയ്ക്കാം. നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനിൽ നോർ ഗേറ്റിൻ്റെ സിമ്പൽ ചോദിച്ചിരുന്നു. നോർ ഗേറ്റ് തന്നിട്ട് ഏതാണെന്ന് ചോദിച്ചിരുന്നു. അതുപോലെ ഇവിടെ ഇത് നാൻഡ് ഗേറ്റിൻ്റെ വരയ്ക്കാനാണ്. നാൻഡ് വരയ്ക്കാനായിട്ട് ഇത് ആൻഡ് ഗേറ്റ് ആണ് അല്ലേ. ആൻഡിനെ നോട്ട് ചെയ്താൽ, നോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നോട്ട് ചെയ്താൽ എന്ത് വരും? നമുക്ക് നാൻഡ് കിട്ടും. അപ്പോൾ ഇത് ആൻഡ് ഇവിടെ ഇൻവേഴ്സ് കൊടുക്കുക. അതായത് നോട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നാൻഡ് ഗേറ്റ്. അപ്പോൾ ഇതാണ് നാൻഡ് ഗേറ്റിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത്. ഫിഗർ തന്നിട്ടുണ്ട്. ഗാൽവനോമീറ്ററിനോട് കൂടി പാരലായിട്ട് ഷണ്ട് റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിരിക്കുകയാണ്. ദിസ് കോമ്പിനേഷൻ ക്യാൻ ബി യൂസ്ഡ് ആസ് എ ഡാഷ് വോൾട്ട് മീറ്റർ, റിയോസ്റ്റാറ്റ്, അമീറ്റർ. ഏതാണ്? അമീറ്റർ. എ കോൺകേവ് ലെൻസ് ഓൾവേസ് പ്രൊഡ്യൂസസ് ഡാഷ് ഇമേജസ്. കോൺകേവ് ലെൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വെർച്വൽ ഇമേജ് ആയിരിക്കും. എ സെനർ ഡയോഡ് ഈസ് ഓൾവേസ് ഓപ്പറേറ്റഡ് ഇൻ റിവേഴ്സ് ബയാസ്. ബാക്കിയെല്ലാം ഫോർവേഡ് ബയാസിൽ. സെനറിൻ്റെ പ്രത്യേകതയാണ് റിവേഴ്സ് ബയാസിലെ ഓപ്പറേഷൻ നടക്കുള്ളൂ എന്നുള്ളത്. നിങ്ങളുടെ മോഡലിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. മൊമെൻറ്റം ഓഫ് എ ഫോട്ടോൺ വിത്ത് വേവ് ലെങ്ത് ലാംഡ ഈസ് ഡാഷ്. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ബേസിക് ഇക്വേഷൻ എന്താണ്? ലാംഡ h/p. അപ്പോൾ പി ഇങ്ങോട്ട് കൊണ്ടുപോകും. മൊമെൻറ്റം ചോദിച്ചിരിക്കുന്നു h/λ. റൈറ്റ് ഡൗൺ ദ ട്രൂത്ത് ടേബിൾ ഓഫ് എ നോർ ഗേറ്റ്. അപ്പോൾ നമ്മളെടുത്ത എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു ഗേറ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗേറ്റാണ് ആൻഡ്, ഓറ്, നോറ്, നാൻഡ്. അറ്റ്ലീസ്റ്റ് ഈ 4 പഠിച്ചിരിക്കുക. നാൻഡും എല്ലാം പഠിക്കണം. അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും പഠിക്കണം. അപ്പം നോറെന്ന് പറഞ്ഞാൽ എന്താണ്? ഓറിൻ്റെ ഇൻവേഴ്സാണ്. അപ്പോൾ ഓറാണെങ്കിൽ, ഓറും ചോദിക്കാറുണ്ട്. ഓറാണെങ്കിൽ എന്ത് വരും? 0 0 0 വരും. ബാക്കി ഇവിടെ എല്ലാം 1 വരും. അപ്പം നോറായതുകൊണ്ട് ഓറിൻ്റെ ജസ്റ്റ് റിവേഴ്സ്. അപ്പോൾ ഇവിടെ 1 വന്നു, 0 0 1 വന്നു, ബാക്കിയെല്ലാം 0 വന്നു. ഇതൊക്കെ ഒന്ന് ബൈ ഹേർട്ട് പഠിച്ചിട്ട് പോവുക. അറ്റ്ലീസ്റ്റ് ആൻഡ് ഓറും ബൈ ഹേർട്ട് പഠിച്ചിട്ട് പോവുക. എന്നിട്ട് അതിൻ്റെ റിവേഴ്സ് എഴുതുക. ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് ഏതൊരു കുട്ടിക്കും പഠിക്കാവുന്ന കാര്യമേ ഉള്ളൂ. നോൺ ഫോക്കസ് ഏരിയയിലെ ഇമ്പോർട്ടൻ്റ് ആയൊരു സെക്ഷനാണ് റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റി ഓഫ് എ കണ്ടക്ടർ ഡിപ്പെൻസ് ഓൺ. എന്താണ് ഇക്വേഷൻ? റോ ഈക്വൽ ടു റാ/L. ഓർക്കുന്നുണ്ടാവും എല്ലാവരും. റെസിസ്റ്റൻസ്, ഏരിയ ക്രോസ് സെക്ഷൻ, ലെങ്ത്. അപ്പോൾ റെസിസ്റ്റിവിറ്റി ഇറ്റ്സ് മെറ്റീരിയൽ, ലെങ്ത്, ഏരിയ. ഓപ്ഷൻ എന്താണ്? ഓൾ ഓഫ് ദ എബവ്. ആൻസർ എന്താണ്? ഓൾ ഓഫ് ദ എബവ് ആണ്. ഇതിവിടെ 6² അല്ല കേട്ടോ. ഇത് ആ പേജ് നമ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പറിലെ പേജ് നമ്പറാണ്. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. റോ ഈക്വൽ ടു റാ/L. ഇതുപോലത്തെ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ആൻ എക്സ്പ്രഷൻ ഫോർ ഡൈപോൾ മൊമെൻറ്റ്. ഡൈപോൾ മൊമെൻറ്റ് എന്താണ്?
P equal to 2AQ, one of the charge and distance between the charges. അപ്പോൾ P equal to 2AQ അല്ലെങ്കിൽ 2LQ. ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ ഒരുപാട് തവണ നമ്മൾ ആൻസർ ചെയ്തൊരു ക്വസ്റ്റ്യനാണ്, ഒരു മാർക്കാണ്. When an electric dipole is subjected to an uniform electric field, what will happen? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്, ഒരു മാർക്കാണ്. ഇലക്ട്രിക് ഡൈപോൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് എന്താണ്? അപ്പോഴാണ് അവിടെ ഒരു ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുക. ഇറ്റ് എക്സ്പീരിയൻസസ് എ ടോർക്ക് ഓർ നെറ്റ് ഫോഴ്സ് 0 എന്ന് എഴുതിയാലും ആൻസറായി. ആ ടോർക്കിൻ്റെ സെക്ഷനൊന്നും പഠിക്കാതെ പോകരുത് കേട്ടോ. നെക്സ്റ്റ്, സൗണ്ട് വേവ്സ് ഡോണ്ട് എക്സ്പിറ്റ് ഡാഷ് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സൗണ്ട് വേവ്സ് ഡോണ്ട് എക്സ്പിറ്റ് പോളറൈസേഷൻ. സൗണ്ട് വേവ്സ് പോളറൈസേഷൻ പ്രൊഡ്യൂസ് ചെയ്യില്ല. ദ ഇൻറ്റൻസിറ്റി ഓഫ് സ്കാറ്റേർഡ് ലൈറ്റ് ഐ ഇൻ റൈലീസ് സ്കാറ്ററിംഗ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡാഷ്. അതായത് റൈലീസ് സ്കാറ്ററിംഗ് ലോ ആണ് ചോദിക്കുന്നത്. അതായത് 1/λ⁴. സ്കാറ്ററിംഗ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു λ⁴ ആണ് റൈലീസ് സ്കാറ്ററിംഗ് ലോ. അപ്പോൾ ഇവിടെ എന്ത് എഴുതണം? 1/λ⁴. അതിൽ ലാംഡ എന്താണ്? ലാംഡ എന്ന് പറയുന്നത് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ആണ്. നെക്സ്റ്റ്, എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ വായിക്കൂ. അറ്റ് റെസൊണൻസ് ഇൻ LCR സർക്യൂട്ട് ദ EMF ആൻഡ് കറണ്ട് ആർ ഇൻ ഫേസ് ഔട്ട് ഓഫ് ഫേസ് ഇങ്ങനെ തന്നിട്ടുണ്ട്. LCR സർക്യൂട്ട് നോർമൽ കേസിൽ, റെഫറൻസ് അവിടെ നിൽക്കട്ടെ, നോർമൽ കേസ് റെഫറൻസ് പറഞ്ഞിട്ടില്ല എങ്കിൽ എന്താണ് കണ്ടീഷൻ? അവർ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഫൈ ആണ്. VM sin ωt യും IM sin ωt പ്ലസ് ഫൈയും ആണ്. ഫേസ് ഡിഫറൻസ് π/2 അല്ല. വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഫൈ ആണ് നോർമൽ കേസിൽ. പക്ഷേ ഇവിടെ അറ്റ് റെസണൻസ് എന്ന് പറയുന്നുണ്ട്. റെസണൻസ് കണ്ടീഷനിൽ Z equal to √R² പ്ലസ് XC മൈനസ് XL ഹോൾ സ്ക്വയർ ആണ്. XL equal to XC ആകുമ്പോൾ Z equal to √R², Z equal to R വരും. എന്ന് പറഞ്ഞാൽ പ്യുവർ റെസിസ്റ്റർ സർക്യൂട്ടായിട്ട് മാറുകയാണ് റെസണൻസ് കണ്ടീഷനിൽ. റെസിസ്റ്റർ സർക്യൂട്ടിൽ VM sin ωt യും IM sin ωt ആണ്. എന്ന് പറഞ്ഞാൽ വോൾട്ടേജും കറണ്ടും ഇൻ ഫേസ് ആണ്. അപ്പോൾ റെസണൻസ് എന്ന് വന്നു കഴിഞ്ഞാൽ ആൻസർ എന്താണ്? ഇൻ ഫേസ്. റെസണൻസ് ഇല്ലാതെ ഇൻ LCR സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ആൻസർ എന്താണ്? ഔട്ട് ഓഫ് ഫേസ് ആണ്. ആ ഫേസ് ഡിഫറൻസ് എത്രയാണ്? ഫൈ ആണ്. അപ്പം നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വേവ്സിൻ്റെ യൂസസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് പഠിച്ചിട്ട് പോകണം. ഇവിടെ നെയിം ദ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് യൂസ്ഡ് ഫോർ ദ ഫോളോയിങ് ആപ്ലിക്കേഷൻസ്. ഇമേജിംഗ് ഓഫ് ബോൺസ് ഇൻ ഹ്യൂമൻ ബോഡി എല്ലാവർക്കും അറിയാം. എക്സ്റേ മോഡലിൽ ഇതിൻ്റെ റിവേഴ്സ് ചോദിച്ചു, എക്സ്റേയുടെ യൂസസ് ചോദിച്ചു അല്ലേ. മൊബൈൽ ഫോൺ കമ്മ്യൂണിക്കേഷൻ. മൊബൈൽ ഫോൺ നല്ല കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കുന്ന വേവ്സ് മൈക്രോവേവ്സും റേഡിയോ വേവ്സും ആണ്. അത് നോട്ട് ചെയ്യുക. സാധാരണ അത് ചോദിക്കാറുണ്ട്. മൈക്രോവേവ് അവനിലും ഉപയോഗിക്കാറുണ്ട്. റിമോട്ട് കൺട്രോൾ ഓഫ് TV സെറ്റ്സ്, ഇൻഫ്രാറെഡ് അല്ലെങ്കിൽ IR റേസ്. നെക്സ്റ്റ്, ഫോർ സ്റ്റെറിലൈസിങ് സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, അൾട്രാവയലറ്റ് റേസ് ഓർ ഗാമ റേസ്. നെക്സ്റ്റ്, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. സംടൈംസ് വെൻ വി സ്വിച്ച് ഓഫ് ദ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് എ സ്പാർക്ക് ഈസ് സീൻ വിത്തിൻ ദ സ്വിച്ച്. ദിസ് ഈസ് എക്സ്പ്ലെയിൻ ഓൺ ദ ബേസിസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. വാട്ട് ഈസ് സെൽഫ് ഇൻഡക്ഷൻ? എന്താണ്? ദ ഫിനോമിനൻ ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ആൻ EMF ഇൻ എ കോയിൽ ഡ്യൂ ടു വേരിയിങ് കറണ്ട് ഇൻ ദ സെയിം കോയിൽ. ആ സെയിം കോയിൽ എന്നുള്ള ആ ഒരു വേർഡ് അവിടെ വരണം. സെയിം കോയിൽ. ദ സിംബൽ ഓഫ് എ ഡയോഡ് ഈസ് ഷോൺ ഇൻ ഫിഗർ. ഡയോഡിൻ്റെ സിംബൽ ഇവിടെ തന്നിട്ടുണ്ട്. ദ ഡയോഡ് ഈസ് എ ഡാഷ്. ഇവിടെ ആൻസർ റെക്ടിഫയർ ഡയോഡാണ്. നിങ്ങൾക്ക് കണ്ട് നല്ല പരിചയമുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇനി ടെക്സ്റ്റ് ബുക്ക് നോക്കി ഫോട്ടോ ഡയോഡിൻ്റെതും സെനർ ഡയോഡിൻ്റെയൊക്കെ സിംബൽ നോക്കി പഠിക്കുക. യൂണിറ്റ് ഓഫ് വേവ് നമ്പർ ഈസ്. എത്ര സിമ്പിളായ കാര്യമാണ്, പക്ഷേ അതുപോലും നമുക്ക് ആ എക്സാം ഹോൾ കൺഫ്യൂഷൻ വരും. വേവ് നമ്പറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? 1/λ ആണ്. ലാംഡയുടെ യൂണിറ്റ് മീറ്റർ ആണ്. അപ്പോൾ വേവ് നമ്പറിൻ്റെ യൂണിറ്റ് എന്ത് വരും? മീറ്റർ ഇൻവേഴ്സ്. ഓപ്ഷൻസിലുണ്ട്, ഒരു മാർക്ക്. ആൻ ഇലക്ട്രിക് ചാർജ് Q ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി V ഇൻ ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് B. ദ മാഗ്നറ്റിക് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ചാർജ് ഈസ്. ഇതാണ് മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ഇക്വേഷൻ. F equal to Q into V cross B അല്ലേ. എന്ന് പറഞ്ഞാൽ VB sin θ എന്ന് വരും. അപ്പോൾ ഇൻ ദ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ വിയും ബിയും സെയിം ഡയറക്ഷനാണ്. എന്ന് പറഞ്ഞാൽ θ equal to 0.
അപ്പോൾ തീറ്റ 0 ആയിക്കഴിഞ്ഞാൽ സൈൻ 0 0, ആൻസർ 0 വരും. അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഒരു മാർക്കിന് വരുന്നത് ആൻഡ് അമീറ്റർ ഈസ് എ കറണ്ട് മെഷറിംഗ് ഡിവൈസ് വിച്ച് ഈസ് ഓൾവേസ് കണക്റ്റഡ് ഇൻ ഡാഷ് ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട്. ഓംസ് ലോയുടെ പ്രാക്ടിക്കൽ സർക്യൂട്ട് നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ. അവിടെ വോൾട്ട് മീറ്റർ നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്യുന്നു, അമീറ്റർ സർക്യൂട്ടിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. നമുക്കിതൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യനാണ്. അമീറ്റർ എപ്പോഴും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു എസ് എ ക്വസ്റ്റ്യൻ്റെ 1 മാർക്കിൻ്റെ പാർട്ടാണ്. അത് മിസ്സായി കഴിഞ്ഞാൽ ഒരു മാർക്ക് അവിടെ മിസ്സായത് തന്നെയാണ്. പിന്നെ നമുക്ക് ഒന്നും അവിടെ ആ മാർക്ക് പിന്നെ കിട്ടാൻ പിന്നെ ഒരു ചാൻസ് ഇല്ല. അപ്പം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻസ് പഠിച്ച് തന്നെ പോവുക. Electromagnetic waves are produced by dash. Charges at rest, charges in uniform motion, charges in accelerated motion. ഏതാണ് ആൻസർ? ചാർജസ് ഇൻ ആക്സലറേറ്റഡ് മോഷൻ. നോൺ ഫോക്കസ് ഏരിയയിലെ ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ് റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റിയും തമ്മിലുള്ള റിലേഷൻ. ക്വസ്റ്റ്യൻ നിങ്ങൾ വായിക്കുക. അതായത് ഇവിടെ ഈ RLA റോ ഇവരെ കണക്ട് ചെയ്യുന്ന റിലേഷൻഷിപ്പ് ഏതാണെന്ന്. നമുക്ക് റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ അറിയാം, റോ ഈക്വൽ ടു ρ/L. അത് ബൈഹേർട്ട് പഠിച്ചിട്ടുണ്ട്, റോ ρ/L എന്ന് പറഞ്ഞ് പഠിച്ചത്. അപ്പോൾ ഇവിടെ എന്താണ് ഓപ്ഷൻസിലുള്ളത് എഴുതേണ്ട ആൻസർ. അപ്പോൾ R ഇവിടെ നിർത്തിയിട്ട് ഇത് അങ്ങോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ρL/A എന്ന് വരും. ആ ഓപ്ഷൻ ഇതിലുണ്ടോ നോക്കുക, ഉണ്ടല്ലോ അല്ലേ. ഇതാ R ഈക്വൽ ടു ρL/A. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ? ഇത്. എത്ര പഠിച്ചു പോയാലും ഒരു പക്ഷെ പെട്ടെന്നൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാകും. അതൊക്കെ ഇപ്പോൾ 59 മാർക്ക് കിട്ടുന്ന കുട്ടികൾ പോലും തെറ്റിക്കാറുണ്ട്. വാല്യുവേഷൻ്റെ ഇതൊക്കെ കാണുന്നൊരു കാഴ്ചയാണ്. അതുകൊണ്ട് ഓവർ കോൺഫിഡൻസ് ഒന്നും വേണ്ട, ശരിയായിട്ട് തന്നെ എഴുതി നോക്കി ഉറപ്പിക്കുക. സേ ട്രൂ ഓർ ഫോൾസ്, മാറ്റർ വേവ്സ് ആർ ഇലക്ട്രോമാഗ്നറ്റിക്. അല്ലല്ലോ, തെറ്റല്ലേ. അതായത് ഫോൾസ് ആണ്. മാറ്റർ വേവ്സ് മെക്കാനിക്കൽ വേവ്സ് ആണ്. നെക്സ്റ്റ്, വെൻ വേവ് ലെങ്ത് ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ് ഈസ് ഡിക്രീസ്ഡ്, വെലോസിറ്റി ഓഫ് ദ എമിറ്റഡ് ഫോട്ടോ ഇലക്ട്രോൺസ് ഇൻക്രീസസ്. ശരിയാണ്. ഒന്ന് ടെസ്റ്റ് ചെയ്ത് ചോദിച്ചെന്നേ ഉള്ളൂ. നമ്മൾ എന്താണ് പഠിച്ചിട്ടുള്ളത്? വെൻ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ് ഈസ് ഇൻക്രീസ്ഡ്, വെലോസിറ്റി ഓഫ് എമിറ്റഡ് ഫോട്ടോ ഇലക്ട്രോൺസ് ആർ ഇൻക്രീസ്ഡ് അല്ലേ. അതെവിടെ പഠിച്ചു? ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എമിഷനിൽ പഠിച്ചു. അപ്പോൾ അവിടെ ഫ്രീക്വൻസി കൂട്ടുമ്പോൾ വെലോസിറ്റി കൂടുന്നുവെങ്കിൽ വേവ് ലെങ്ത് കുറയ്ക്കുമ്പോൾ വെലോസിറ്റി കൂടണം. അതിൻ്റെ എക്സ്പ്ലനേഷൻ ചോദിച്ചാൽ ഇതിപ്പോൾ 1/2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ ട്രൂ ഓർ ഫോൾസ് എന്ന് മാത്രം എഴുതിയാൽ മതി. ഇതിൻ്റെ പല വേർഷൻസ് ചോദിക്കാറുണ്ട്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എന്താണ്? എക്സ്പ്ലനേഷൻ ഈ ഒരൊറ്റ ഇക്വേഷൻ എഴുതിയാൽ മതി. B ഈക്വൽ ടു ന്യൂ ലാംഡ ഓർ C ഈക്വൽ ടു ന്യൂ ലാംഡ. ബിയും സി ഒക്കെ എന്താണ്? വെലോസിറ്റിയാണ്. ന്യൂ ഫ്രീക്വൻസിയാണ്, ലാംഡ വേവ് ലെങ്ത് ആണ്. ആൽക്കലി മെറ്റൽസ് ആർ മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. ശരിയാണ്. സോഡിയം, സീഷ്യം ഇതൊക്കെ ആൽക്കലി മെറ്റൽസ് ആണ്. അതാണ് നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നത്. അപ്പോൾ അവിടെ ട്രൂ ആണ്. ഡേവിസൺ ആൻഡ് ജെർമർ എക്സ്പെരിമെൻറ്റ് പ്രൂവ്ഡ് ദ പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ഇലക്ട്രോൺസ്. തെറ്റാണ്. വേവ് നേച്ചർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഫെറോ മാഗ്നറ്റിക്? ഫെറോ, പാര, ഡയ. അത് 3 എണ്ണം പഠിക്കണം. നോൺ ഫോക്കസ് ഏരിയ ആണ്. അതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഫെറോ മാഗ്നറ്റിക് അല്ലാത്തത്, അപ്പോൾ ഇത് 3ഉം ഫെറോ മാഗ്നറ്റിക് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അല്ലാത്തത് ഏതായിരിക്കും? ആൻസർ ഏതാണ്? ബിസ്മത്ത്. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ്. ഒമേഗ ആംഗുലർ ഫ്രീക്വൻസി. XL ഈക്വൽ ടു ഡാഷ്, XC ഈക്വൽ ടു ഡാഷ്. XL എന്താണ്? ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആണ്. അത് L ഒമേഗ. XC എന്ന് പറയുന്നത് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ആണ്. 1/C ഒമേഗ. അതൊക്കെ 100% ഉറപ്പുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 1 മാർക്കിന് വരാൻ ചാൻസ് ഉള്ള കുറേ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തു. ഇത് പാർട്ട് 1 ആണ്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പാർട്ട് 2-ൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഓൾ.